എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് 3 നോട്ടിഫിക്കേഷൻസ് ആണ്. സർക്കാർ സ്ഥാപനത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് 3 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. സോ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ 10 ഡേ സ്റ്റഡി പ്രാക്ടീസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസ് ആണ് പെർ ഡേ പ്രാക്ടീസ് ചെയ്യുന്നത്. 10 ദിവസത്തിൽ 1000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സോ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ്. വന്നിരിക്കുന്ന പോസ്റ്റുകൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഉണ്ട്, 34 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സൂപ്രണ്ടന്റ് നേഴ്സിംഗ് ഉണ്ട്, 34 വയസ്സാണ് ഏജ് ലിമിറ്റ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 19 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ജൂനിയർ എഞ്ചിനീയറിലേക്ക് 3 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക് വിത്ത് 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടന്റ് നേഴ്സിംഗ് ആണ്. 3 വർഷത്തെ ജനറൽ നേഴ്സിംഗ് വിത്ത് 6 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 4 വർഷത്തെ നേഴ്സിംഗ് വിത്ത് 60% മാർക്കാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയിൽ 55% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. മീകോൺ ലിമിറ്റഡിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടില്ല. ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആകുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം. നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടന്റ് 14 വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റ് HR 2 വേക്കൻസി, BBA പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ 2 വേക്കൻസി ഉണ്ട്, BBA പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് സർവീസ് ആണ്, 6 വേക്കൻസി ഉണ്ട്, BBA പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. 27,710 മുതൽ 53,590 വരെയാണ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം. സോ നമുക്ക് അടുത്ത വേക്കൻസി ഏതാണെന്ന് നോക്കാം. അടുത്ത പോസ്റ്റ് ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാടിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് MDS കം ഡ്രൈവറാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന 10ാം ക്ലാസ്സും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസുമാണ്. ഡിസേബിൾ ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ഡിസേബിൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്